നാട്ടിലെ ഞാൻ ശരിക്കും സർപ്രൈസ് ആക്കിയിട്ട് വന്നതായിരുന്നു. നിങ്ങൾ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ? പക്ഷെ ഇപ്പം സത്യം പറഞ്ഞാൽ സർപ്രൈസ് ആയത് ഞാനാണ്. കാരണം ഞാനിവിടെ വന്നിട്ട് പിന്നെ നല്ല സുഖിച്ച് ഇരുന്ന് പണിയൊന്നും ചെയ്യാതെ ഇരുന്ന് പുതിയ ഡ്രൈവറെ കിട്ടി പറയാ. റിയാസ്ക കഴിഞ്ഞ വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്തിട്ടില്ല, പോസ്റ്റ് ചെയ്യാനുണ്ട് അത്ര. എന്താ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ വന്നിട്ട് പനി പിടിച്ച് പണി കിട്ടിയപ്പോ വേറെ ബംഗാളിന്ന് കൂറ ബംഗാളിൽ പോയ പോലെന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് പനി പിടിച്ച കാര്യം പറഞ്ഞപ്പോ റിയാസ്ക ഞങ്ങളെ കൊണ്ട് മലപ്പുറം ഭാഷ പറയുകയാണെങ്കിൽ മലങ്ങിന്ന് പറയും, കുഴങ്ങി മട്ടായ പോലുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. റിയാസ്ക ഇത് നമ്മൾ റിയാസ് ഖാൻ്റെ ടയർ ഷോപ്പാണ് കേട്ടോ. ചെറവക്കിലുള്ള തളിപ്പറമ്പ് ചെറവക്കിലുള്ള ടയർ ഷോപ്പാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അത് ചെറിയ ഓട്ടവും അങ്ങനെയൊന്നുമല്ല, വലിയ ലോങ് ഡ്രൈവൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നാട്ടിൽ വന്നിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവ് ചെയ്യാൻ. ഞാൻ UAE ഇൻ്റർനാഷണൽ ലൈസൻസ് വെച്ചിട്ടാണ് നാട്ടിൽ വണ്ടി ഓടിക്കുന്നത് തന്നെ. അതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ കാലം കഴിഞ്ഞ് വണ്ടി ഓടിക്കുമ്പോൾ സൈഡ് മാറിപ്പോകുന്നുള്ളതാണ്. അത് വണ്ടി കയറുമ്പോൾ മാത്രമല്ല, വണ്ടി ഓടിക്കുമ്പോഴും നമ്മൾ ചിലപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും ഞാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ചെറിയ റോഡിലൊക്കെ ഓടിച്ച് അതൊന്നും ലെവലായതിന് ശേഷമാണ് ഞാൻ മെയിൻ റോഡിലേക്ക് വണ്ടി ഓടിക്കുന്നത് തന്നെ. പിന്നെ മെയിനായിട്ട് മാറിപ്പോയ ഒരു സാധനമായിരുന്നു ഇൻഡിക്കേറ്ററിന് പകരം ഞാൻ വൈപ്പറായിരുന്നു ഓണാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം കണ്ടതിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ, എല്ലാ ഉമ്മമാരും ഇങ്ങനെ തന്നെയല്ലേ. അങ്ങനെ ഇപ്രാവശ്യത്തെ നാട് വിസിറ്റിൽ അടുത്ത കേക്ക് വന്നിട്ടുണ്ട്. കേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ജീവനായതുകൊണ്ട് കേക്ക് എവിടെ കിട്ടിയാലും ഞങ്ങൾ വിടില്ല. ഇത് എൻ്റെ വീട്ടിലെ വളരെ പ്രഷ്യസ് ആയ കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. ഇത് എനിക്ക് കിട്ടിയ അവാർഡ്സും മൊമെൻറ്റോസും ഒക്കെയാണ് കേട്ടോ. ഇത് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ്. തിരുവനന്തപുരത്ത് നിന്ന് സുകുമാർ അഴീക്കോടായിരുന്നു തന്നത്. ഞാനൊരു ചെറിയൊരു എഴുത്തുകാരിയാണെന്ന് നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല. അങ്ങനെ കിട്ടിയ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇത് പിന്നെ എനിക്ക് അവാർഡ് കിട്ടിയതുമായി ബന്ധപ്പെട്ടിട്ട് എന്നെ സ്കൂളിൽ നിന്നും അവിടെ നിന്നൊക്കെ ആദരിച്ചതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ കാര്യങ്ങളാണ്. ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BJP ഒഴികെയുള്ള കേരളത്തിലെ എല്ലാ പാർട്ടികളുടെയും ആദരവും അതും ഇതുമൊക്കെ കിട്ടിയതുണ്ട്. ഇതെനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. കോടിയേരി ബാലകൃഷ്ണനായിരുന്നു എനിക്കത് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് അവാർഡ്സും അതേപോലെ ഒരുപാട് കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ബാക്കിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്ന ആ വയലറ്റ് ഡ്രസ്സിട്ട ആ ഒരു ശില്പമില്ലേ, ആ ശില്പമാണ് എനിക്ക് ആദ്യമായിട്ട് എഴുത്തുകാരി എന്ന നിലയിൽ എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം ഒരുപാട് ഇതെനിക്ക് UAE നിന്ന് കിട്ടിയതാണ്. ഒരുപാട് ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടിയിരുന്നു. അങ്ങനെ വെക്കാൻ സ്ഥലം ഇല്ലാതായപ്പോഴാണ് ഒരാൾ ഇതേപോലെ ഒരു അലമാര സ്പോൺസർ ചെയ്തിട്ട് അങ്ങനെ വെക്കാന്നുള്ളൊരു ഇത് വന്നിട്ടുള്ളത്. ഇതിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത് സ്റ്റേറ്റ് അവാർഡ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഇറക്കിയ ആ ബുക്കിനാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് അവാർഡുകളായിരുന്നു. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ആ കപ്പലുണ്ടല്ലോ, അതെനിക്ക് സിനിമാ നടൻ സിദ്ദീഖാണത് തന്നിട്ടുണ്ടായിരുന്നത്. അത് സിദ്ദീഖ് തന്നു എന്നതിനല്ല അതിൻ്റെ പ്രത്യേകത. കാരണം എനിക്കത് സിദ്ദീഖാക്ക് കിട്ടിയ സമ്മാനം, അതിന് അർഹത ഞാനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിട്ടിയൊരു ഉപഹാരം കൂടിയായിരുന്നു. അന്നത്തെ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡ് ഫങ്ഷൻസ്, ഉദ്ഘാടനം, ചിത്രപ്രദർശനം, അതേപോലെ എഴുത്ത് ക്യാമ്പുകൾ, കൂട്ടായ്മകൾ അങ്ങനെയായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം ഞാൻ എപ്പോഴെങ്കിലും എഴുതിയാലായി. പക്ഷേ ഒരു 2 വർഷമായി ഞാൻ എഴുതിയിട്ട് എപ്പോഴെങ്കിലും ചിത്രം വരച്ചാലായി എനിക്ക് തോന്നിയ പോലെയായി. ഇപ്പം രാത്രി
ആയിക്കോട്ടെ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് എൻ്റെ എഴുത്ത്. ഞാനിപ്പോൾ എഴുതാറൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ മെയിൻ കാരണം എൻ്റെ ഉപ്പാപ്പയാണ്. കാരണം എൻ്റെ ഉപ്പാപ്പയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉപ്പാപ്പ നാട്ടിലും ഞാൻ UAE-യിലാണ്. അപ്പോൾ എനിക്ക് ഞാൻ തോന്നിയ പോലെയൊക്കെയാണ് ഞാൻ ചെയ്യുക. എഴുതാൻ വേണ്ടി നിർബന്ധിച്ച് എനിക്ക് ഉപ്പാപ്പാനോട് ഭയങ്കര ദേഷ്യം തോന്നിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ആ മൊമെൻറ്റ്സ് ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നമ്മൾ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ വേറൊരു ഫ്രണ്ടിനെ കണ്ടില്ലേ? അപ്പോൾ ഞങ്ങൾ 4 ആൾക്കാരും ഭയങ്കര കൂട്ടാണ്. ഒരാളെ കുറിച്ചൊരു വിവരമില്ല അല്ലേ? സുജിനെ കുറിച്ചൊരു വിവരമില്ല. അപ്പം നമ്മളെപ്പോഴും കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാരാണ് കേട്ടോ. ഇതാണ് അഖില, നമ്മളെ അമ്മിക്കുട്ടി എന്നാണ് വിളിക്കാറ്. അന്ന് നമ്മൾ കണ്ടത് സിജിനെയായിരുന്നു. നമ്മൾ ഭയങ്കര കട്ട ഫ്രണ്ട്സ് ആയിരുന്നു. ഒരു 10th വരെ നമ്മൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. 7th എത്തിയപ്പോൾ മറ്റേ അന്ന് കണ്ട ഫ്രണ്ട് പോയി, സിജി പോയി. പക്ഷെ 10th വരെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ? അറിയോ? അറിയില്ല? എന്നെ കണ്ടിട്ടില്ല? അമ്മ കാണിച്ചു തന്നിട്ടില്ല? ഹായ്. ഒരു ബേബി ഉണ്ടായിരുന്നു. ബേബി അല്ല, ചേട്ടൻ. വണ്ടിയിൽ ഒരു ചേട്ടനെ കണ്ട